നമസ്കാരം. വർഷങ്ങൾക്ക് മുമ്പ് സോവിയറ്റ് യൂണിയനിലെ അംഗങ്ങളായിരുന്ന രണ്ട് രാജ്യങ്ങൾ, റഷ്യയും യുക്രൈനും. ആ രണ്ട് രാജ്യങ്ങൾ കഴിഞ്ഞ 1000-ലേറെ ദിവസങ്ങളായി വിനാശകരമായ യുദ്ധം തുടരുകയാണ്. 2022 ഫെബ്രുവരി 24-നാണ് യുക്രൈന് നേരെ റഷ്യയുടെ ആക്രമണം ആരംഭിച്ചത്. നാറ്റോ സൈനിക സഖ്യത്തിൽ യുക്രൈൻ ചേരുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് യുദ്ധത്തിലേക്ക് നയിച്ചത്. 24 മണിക്കൂർ മതി യുക്രൈനെ പിടിച്ചെടുക്കാൻ എന്നായിരുന്നു യുദ്ധം ആരംഭിക്കുമ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ അവകാശവാദം. ആ യുദ്ധമാണ് 1000 ദിനങ്ങൾ പിന്നിട്ടിട്ടും അവസാനിക്കാതെ തുടരുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഏറ്റവും വിനാശകരമായ യുദ്ധത്തിനാണ് യൂറോപ്പ് സാക്ഷ്യം വഹിക്കുന്നത്. ഇരുഭാഗത്തും നിരവധി മനുഷ്യർ മരിച്ചു വീണു. സാമ്പത്തിക വെല്ലുവിളികൾ ഇരു രാജ്യങ്ങളെയും പ്രതിസന്ധിയിലാക്കി. എല്ലാ യുദ്ധങ്ങളെയും പോലെ സാധാരണക്കാരാണ് ഇവിടെയും ഇരകൾ. വാൾ സ്ട്രീറ്റ് ജേണലിൻ്റെ കണക്ക് പ്രകാരം 10 ലക്ഷത്തോളം പേർക്കാണ് യുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെടുകയോ പരുക്കേൽക്കുകയോ ചെയ്തിട്ടുള്ളത്. 2024 ഓഗസ്റ്റ് വരെ 11,743 പേർ മരിച്ചുവെന്ന് ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പറയുന്നു. 24,600 പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. 589 കുട്ടികൾ മരിച്ചതായി യുക്രൈൻ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. അതേസമയം റഷ്യയിലെ സാധാരണക്കാരും സൈനികരും അടക്കം നാശനഷ്ടത്തിൻ്റെ കൃത്യമായ കണക്കുകൾ പുറത്തു വന്നിട്ടില്ല. റഷ്യ പുറത്തുവിട്ട കണക്കിനേക്കാൾ കൂടുതൽ മരണം സംഭവിച്ചിട്ടുണ്ടാകാം എന്നാണ് പാശ്ചാത്യ രഹസ്യാന്വേഷണ ഏജൻസികൾ ചൂണ്ടിക്കാട്ടുന്നത്. അതിതീവ്രമായ ഏറ്റുമുട്ടൽ നടക്കുന്നതിനിടെ ഒരു ദിവസം 1000 സൈനികർ വരെ നഷ്ടപ്പെട്ടതായുള്ള റിപ്പോർട്ടുകളും ഉണ്ട്. ആധുനിക സൈനിക സന്നാഹങ്ങളാണ് യുദ്ധത്തിൽ ഇരു രാജ്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാശനഷ്ടത്തിൻ്റെ വ്യാപ്തിയും ഏറെ വലുതാണ്. കൊല്ലപ്പെട്ടവരിൽ അധികവും സൈനികരാണ് എന്നും റിപ്പോർട്ടുകൾ ഉണ്ട്. യുദ്ധം 1000 ദിവസം പിന്നിടുമ്പോൾ യുക്രൈനിൽ സൃഷ്ടിക്കപ്പെട്ട സാമൂഹിക ആഘാതവും ഏറെ വലുതാണ്. 60 ലക്ഷത്തോളം പേർ വിദേശത്തേക്ക് പലായനം ചെയ്തു. 40 ലക്ഷത്തോളം പേർ കുടിയിറക്കപ്പെട്ടു കഴിഞ്ഞു. രാജ്യത്തെ ജനസംഖ്യ 10 ദശലക്ഷമായി കുറഞ്ഞുവെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ അനുമാനം. ഇത് യുദ്ധത്തിന് മുമ്പുള്ളതിൻ്റെ 1/4 മാത്രമാണ്. യുക്രൈൻ്റെ 1/5 ഭാഗം ഇപ്പോൾ റഷ്യയുടെ കൈവശം ആണ് ഉള്ളത്. ഡോൺബാസ് മേഖലയുടെ ഭൂരിഭാഗവും അസോവ് തീരപ്രദേശവും എല്ലാം ഇപ്പോൾ റഷ്യയുടെ അധീനതയിൽ ആണ്. യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ യുക്രൈൻ്റെ ഭൂപ്രദേശങ്ങൾ വ്യാപകമായി റഷ്യ പിടിച്ചടക്കിയിരുന്നു. എന്നാൽ യുക്രൈൻ തിരിച്ചടി കനപ്പിച്ചതോടെ റഷ്യൻ അധിനിവേശം മന്ദഗതിയിൽ ആയി. യുക്രൈനിലെ മരിയുപോൾ പോലെയുള്ള നഗരങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. പലതും വാസയോഗ്യം അല്ലാതെയായി. കഴിഞ്ഞ വർഷം ഡോൺബാസിൽ റഷ്യ ആധിപത്യം നേടിയ സമയത്ത് തന്നെ റഷ്യയിലെ കുർസ്ക് മേഖലയിൽ അതിർത്തി കടന്നുള്ള ആക്രമണം നടത്താൻ യുക്രൈനും സാധിച്ചു. യുദ്ധം യുക്രൈൻ്റെ സമ്പദ്ഘടനയ്ക്കും വലിയ ആഘാതമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ലോകബാങ്കിൻ്റെയും മറ്റ് സംഘടനകളുടെയും വിലയിരുത്തലുകൾ പ്രകാരം 2023 അവസാനത്തോടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ നാശം മാത്രം $152 ബില്യൺ ആണ്. ഇവ പുനഃസൃഷ്ടിക്കാൻ $486 ബില്യൺ വേണ്ടിവരും എന്നാണ് കണക്കുകൾ. യുക്രൈനിലെ പ്രധാന ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെയും നിരന്തരം റഷ്യ ആക്രമണം അഴിച്ചുവിടുകയാണ്. ഇത് സാധാരണക്കാർക്കും വ്യവസായങ്ങൾക്കും ആവശ്യമായ വൈദ്യുതി ഇല്ലാതെയാക്കി. യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ യുക്രൈനിൽ നിന്നുള്ള ധാന്യക്കയറ്റുമതി നിലച്ചത് ആഗോളതലത്തിൽ തന്നെ ഭക്ഷ്യ അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചു. യുക്രൈൻ്റെ GDPയുടെ 26% ഇപ്പോൾ ചെലവഴിക്കുന്നത് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രം ആണ്. ദിവസേനയുള്ള സൈനിക പ്രവർത്തനങ്ങൾക്ക് $140 മില്യൺ ആണ് ചെലവ്. പാശ്ചാത്യ ശക്തികളുടെ സാമ്പത്തിക സഹായത്തെ ആശ്രയിച്ചാണ് യുക്രൈൻ നിലവിൽ മുന്നോട്ടു പോകുന്നത്. സമ്പദ് വ്യവസ്ഥ നിലനിർത്താനും സാമൂഹിക സേവനങ്ങൾക്കുമായി ഇതുവരെ $100 ബില്യൺ സഹായമാണ് യുക്രൈന് ലഭിച്ചിട്ടുള്ളത്. റഷ്യയുടെ സാമ്പത്തിക മേഖലയെയും യുദ്ധം കാര്യമായി ബാധിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ഉപരോധം, എണ്ണ അടക്കമുള്ളവയുടെ കയറ്റുമതി കുറഞ്ഞത്, വർദ്ധിച്ച സൈനിക ചെലവ് എന്നിവ രാജ്യത്തെ ഗുരുതരമായി ബാധിച്ചു. എന്നാൽ
സൈന്യത്തിനുള്ള ഫണ്ട് നൽകുന്നത് പുടിൻ നിർബാധം തുടരുകയാണ്. റഷ്യയ്ക്ക് നേരെ ദീർഘദൂര മിസൈലുകൾ അയക്കാൻ യുക്രൈന് അമേരിക്ക അനുവാദം നൽകിയതായുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെ ഉത്തര കൊറിയ 70 മിസൈൽ ലോഞ്ചറുകൾ അടക്കം റഷ്യയ്ക്ക് നൽകിയതായുള്ള റിപ്പോർട്ടുകളും ഉണ്ട്. ശാശ്വത പരിഹാരം കാണുന്നതിന് പകരം വൈര്യം മൂർച്ഛിപ്പിക്കുകയാണ് ലോകരാജ്യങ്ങൾ. അതിനാൽ തന്നെ യുദ്ധം ഇനിയും അനന്തമായി നീളും എന്ന് ഉറപ്പാണ്. നിരന്തരമായ ഷെല്ലാക്രമണങ്ങൾക്കിടെ ഏത് നിമിഷവും മരണപ്പെട്ടേക്കാം എന്ന ആശങ്കയോടെയാണ് യുക്രൈനിലെ ശേഷിക്കുന്ന ജനത ഓരോ ദിനവും മുന്നോട്ടു പോകുന്നത്. യുദ്ധം എന്ന വാക്കിൻ്റെ അർത്ഥം പോലും അറിയാത്ത കുരുന്നുകൾ, അവരുടെ ഭയം നിറഞ്ഞ കണ്ണുകൾ, അവർ പഠിച്ചിരുന്ന, കൂട്ടുകാരോടൊപ്പം കളിചിരികൾ നിറച്ചിരുന്ന ക്ലാസ് മുറികൾ ഇന്ന് വിജനമാണ്. അപ്പോഴും അരാജകത്വത്തിന് നടുവിൽ മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ യുദ്ധത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്കായി പ്രവർത്തിക്കുന്നുണ്ട്. അവരാണ് യുദ്ധകാലത്തിനപ്പുറം പ്രത്യാശയുടെ കിരണങ്ങൾ ബാക്കിയാക്കുന്നത്.